പി ജയചന്ദ്രന്റെ മൃതദേഹം തൃശൂർ പൊങ്കുന്നത്തെ വീട്ടിൽ നിന്നും പൊതുദർശനത്തിനായി സംഗീത നാടക അക്കാദമിയിലെത്തിച്ചു. 12 മണിവരെ അക്കാദമിയിൽ പൊതുദർശനം നടക്കും. ലിഡിയ ജേക്കബ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ലിഡിയ, ഇപ്പോൾ സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. അവിടെയാണ് പ്രധാന വ്യക്തിത്വങ്ങളൊക്കെ എത്തി ആദരാഞ്ജലി അർപ്പിക്കുക എന്നൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആരൊക്കെ എത്തിച്ചേർന്നു? ഒരു വൻ ജനാവലി തന്നെ അദ്ദേഹത്തെ കാണാനും അവസാനമായി ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി എത്തുന്നുണ്ടോ? തീർച്ചയായും വൻ ജനാവലി തന്നെയാണ് പി ബാലചന്ദ്രൻ ആദരാഞ്ജലി അർപ്പിക്കാനായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി ആളുകൾ, ഒപ്പം സംഗീത രംഗത്തെ ആളുകൾ, ചലച്ചിത്ര നടന്മാരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പം മുമ്പ് മന്ത്രി കെ രാജൻ, മന്ത്രി ആർ ബിന്ദു, ഒപ്പം മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയും ജയചന്ദ്രന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇത്തരത്തിൽ സംഗീത നാടക അക്കാദമിയിൽ ഭാരവാഹികളും എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. പൊതുജനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒരുപാട് പേർ വരുന്നുണ്ട്. ഈ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ നാളായി ഇവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ പൊതുജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു. ഒരു സംഗീതജ്ഞൻ എന്നതിലുപരി തങ്ങളുടെ ഒരു സഹോദരൻ എന്ന രീതിയിലാണ് തൃശ്ശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ജനാവലിയാണ്, വലിയ പൊതുജനങ്ങളിൽ ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ ഒരുപാട് പേർ എത്തുന്നുണ്ട്. അല്പം മുമ്പ് ചലച്ചിത്ര നടൻ ബാലചന്ദ്രൻ ഇങ്ങോട്ടേക്ക് എത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. എംഎൽഎമാരും മന്ത്രിമാരും അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. പ്രമുഖ വ്യക്തിത്വങ്ങൾ ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് എത്തും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം പ്രധാനപ്പെട്ട ഒരു പ്രദർശന വേദിയാണ് സംഗീത നാടക അക്കാദമി. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഒരു അല്പം മുമ്പാണ്, ഒരു അരമണിക്കൂർ മുമ്പാണ് മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒരു അരമണിക്കൂർ താമസിച്ചു. കണക്ക് പ്രകാരം 10 മണിക്ക് എത്തേണ്ടതായിരുന്നു. മുൻ നിശ്ചയിച്ച സമയപ്രകാരം 10 മണിക്കായിരുന്നു ഇങ്ങോട്ടേക്ക് എത്തേണ്ടിയിരുന്നത്. എന്നാൽ അരമണിക്കൂർ താമസിച്ചാണ് ഇങ്ങോട്ടേക്ക് മൃതദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയക്രമം 12 മണിവരെ പൊതുദർശനത്തിൻ്റെ സമയം ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് കൂടുതൽ നീളാനാണ് സാധ്യത. കാരണം ആളുകൾ ഒരുപാട് പേർ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും ഒക്കെ അവസരം ഒരുക്കിയതിനു ശേഷം മാത്രമേ ഇത്തരത്തിൽ പൊതുദർശനം അവസാനിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനും ഒരു അന്തിമോപചാരം അർപ്പിക്കാനുമായി നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അന്തരിച്ച പി ജയചന്ദ്രൻ അന്തിമോപചാരം അർപ്പിക്കാനായി സംഗീത നാടക അക്കാദമിയിലേക്ക് മന്ത്രിമാരടക്കമുള്ള പ്രമുഖരൊപ്പം അദ്ദേഹത്തിന്റെ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന സാധാരണക്കാരായ ആളുകളും ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്.